ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ച് വന്നപ്പം പച്ചക്കറിയൊക്കെ നിറയെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് നല്ല വിശപ്പ്. പിന്നെ പച്ചക്കറി കുറേ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് അതെടുത്ത് പെരുമാറി നിന്നാൽ അനിയത്തി നല്ല ചീത്ത പറയും. ചിലപ്പോൾ അവൾ പച്ചക്കറി വാങ്ങിച്ച് കഴിഞ്ഞാൽ അടുക്കി വെക്കും. അതെടുത്തിട്ട് കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൾ പറയും, ഇതാരാണ് ഇതെല്ലാം കൂടി എടുത്തിട്ട് പുഴുങ്ങി വെക്കുന്നത്, പച്ചക്കറി കുറേശ്ശെ ഉപയോഗിച്ചുകൂടി എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ അതെടുത്ത് പോയിട്ട് അവളുടെ വാലിരിക്കുന്ന കേൾക്കണ്ടല്ലോ. അപ്പോൾ തൈരും ഇച്ചിരി മുളകും ഉള്ളിയും കൂടെ ചതച്ച് ചമ്മന്തി കൂട്ടി ചോറണം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ രാവിലെ തന്നെ നല്ല തൈരും നല്ല ഉള്ളിയും കാന്താരി മുളകും ചതച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് അത് കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും മുളകും ചതച്ച് അത് ഞാൻ വിചാരിച്ചു മറ്റേ കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് ഇരിക്കണ്ട, അത് പുഴുങ്ങാന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, റിസ്ക് എടുക്കണ്ട, ചോറ് നമുക്ക് കഞ്ഞി കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ രാവിലെ വഴുതനങ്ങ കുറച്ച് മാത്രം എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. കുറേ എടുത്തിട്ട് ചീത്തയൊക്കെ ഉണ്ടാച്ചിട്ട് കുറച്ചെടുത്ത് എന്താ വെച്ചാൽ കഴിക്കില്ലേ, കുറേ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാതെ കുറച്ച് കഴിയുമ്പോൾ അവളിങ്ങനെ ബാക്കിയായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. അപ്പോൾ അവൾ ചീത്ത പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മറത്ത് പോയിരുന്നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ഞാനങ്ങനെ നേരെ ഉമ്മറത്തേക്ക് പോവാണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ ഫുഡ് സെറ്റായി. ഫുഡൊക്കെ ഞങ്ങൾ ഉമ്മറത്തെ വൈബ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ആ ഫ്രണ്ടിൽ ഒരു തന്നെ ആൽമരമുണ്ട്. ആ ആൽമരത്തിൽ നിന്ന് ഇങ്ങനെ വരുന്ന കാറ്റും ഇങ്ങനെ ആ വൈബ് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാം. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ റോഡ് സൈഡ് അല്ല, നാട്ടുമ്പുറം, പക്ക നാട്ടുമ്പുറം ഉള്ളേരിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അധികം ആൾക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ ഉമ്മറത്തിരുന്ന് കഴിച്ചാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഉമ്മറത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു മതിലാണ് മുറ്റം കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നുള്ള വ്യൂ ഇല്ല. അപ്പോൾ ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ കേട്ടോ രാവിലെ. എനിക്കറിയാം, ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലാണെന്ന് അറിയില്ല, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര നോൺ വെജിൻ്റെ ആളാണ്. പക്ഷേ ഇവിടെ അമ്പലം അടുത്തുള്ളത് കൊണ്ടും അനിയത്തി വാങ്ങിയ വീടായതുകൊണ്ടും അതിൽ നോൺ വെജ് കുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പം ഞാൻ സാധാരണ എനിക്ക് പുറത്ത് പോകുമ്പോൾ ബിരിയാണിയൊക്കെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ നോൺ വെജ് കഴിക്കാൻ ഭയങ്കര ക്രേസാണ്. അപ്പം അങ്ങനെ ഒരു നല്ല ഇഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി ആഗ്രഹിച്ച് കഴിച്ചിരുന്ന ആളാണ്. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ പറ്റിയല്ലോ. അങ്ങനെ പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ അവളാണെങ്കിൽ ഇവിടുന്ന് അവളുടെ ജോബിനായിട്ട് പോകുമ്പോൾ അവിടെ ഇഷ്ടംപോലെ അവൾക്ക് നോൺ വെജ് കുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്, അവൾക്ക് കഴിക്കാം. അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വീടൊക്കെ മേടിക്കുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് നല്ലൊരു അന്തരീക്ഷമുള്ളൊരിടത്ത്. എനിക്ക് ഇഷ്ടമാണ് അമ്പലമൊക്കെ, പക്ഷെ നമുക്ക് നോൺ വെജ് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായതുകൊണ്ട് കുറച്ചൊന്ന് വിട്ടിട്ട് നമുക്ക് ആ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നൊരു വീട് മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, സ്വപ്നത്തിലുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെള്ളം എടുക്കുന്ന വീഡിയോ ഒന്ന് എടുക്കാമെന്ന്. അപ്പം അങ്ങനെ അപ്പം ഞാൻ പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന്, എന്താ വെച്ചാൽ മുളക് നല്ല എരിവുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നെ ചീത്ത പറയാനാണെങ്കിലും എന്തിനെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തോളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പുതിയ ചാനലാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ കഴിക്കുന്ന വീഡിയോ തന്നെയാണ്. ഞാൻ വീണ്ടും വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ പുതിയൊരു വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇപ്പം നാളെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ സെറ്റപ്പുകളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.